നമസ്കാരം. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം വലിയവിള കുണ്ടമൻകടവ് ജംഗ്ഷൻ സമീപമാണ്. കുണ്ടമൻകടവ് മെയിൻ ജംഗ്ഷനിൽ നിന്ന് വെറും 150 മീറ്റർ മാറി നമുക്ക് ഏകദേശം 8.25 സെന്റിൽ 3000 സ്ക്വയർ ഫീറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു വീടാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്കുള്ളത്. ഒരു ബ്രാൻഡ് ന്യൂ വീട്. നല്ലൊരു പ്രോപ്പർട്ടി നോക്കുന്നവർക്ക്, നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ നോക്കുന്നവർക്ക്, മെയിൻ റോഡിൽ നിന്നും വെറും 100 മീറ്റർ 150 മീറ്റർ മാറി ഒരു നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയയിലേക്ക് വസ്തു നോക്കുന്നവർക്ക് ഒരു കാരണവശാലും മിസ് ചെയ്യേണ്ട. ഇതൊരു വാല്യുബിൾ പ്രോപ്പർട്ടിയാണ്. അത് ഞാൻ 100% നിങ്ങൾ ആദ്യമേ തന്നെ ഉറപ്പ് വരുന്നു. അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല വൈഡ് ആയിട്ടുള്ളൊരു മുറ്റമാണ് കൊടുത്തിരിക്കുന്നത്. 2, 3, 4 കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല അതിവിശാലമായിട്ടുള്ള മുറ്റം. കാർ പോർച്ചിൽ പോലും 2 SUV ടൈപ്പ് പോലും അനായാസേനം പാർക്ക് ചെയ്യാൻ പറ്റുന്ന വൈഡ് ആയിട്ടുള്ള മുറ്റമായിട്ടുള്ള ഏരിയ. ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഒരു വളരെ 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 ഞാൻ ഈ ഇടക്കാലത്തിൽ വീഡിയോ ചെയ്യുന്നതിൽ വെച്ച് എനിക്ക് ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള ഒരു വീടാണ് കൂടിയാണ്. കാരണം അതിനകത്തുള്ള സ്പേഷ്യസ്, നമുക്ക് ഏകദേശം ബെഡ്റൂമിൽ പോലും നമുക്ക് നന്നായിട്ട് ഓടിക്കളിക്കാനുള്ള സ്ഥലം കൊടുത്തിരിക്കുന്ന ഒരു അത്രയും വൈഡ് ആയിട്ടുള്ള വീട് കൂടിയാണ് ഈ വീട്. അപ്പോൾ ഞാൻ പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, ആ സൈഡിലേക്ക് നമുക്ക് ഏകദേശം 2, 3 കാർ പാർക്ക് ചെയ്യാനുള്ള അതിവിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ കൊടുത്തിട്ടുള്ള നമുക്ക് ഈ സൈഡിലേക്ക് നമുക്ക് ഏകദേശം വിശാലമായ ഈ സൈഡിലേക്ക് ധാരാളം വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റുന്നതിനുള്ള അനായാസേനം പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ ഒരു മുറ്റം തന്നെ ഏരിയ കൊടുത്തിട്ടുള്ളത്. ഈ വീഡിയോ കുറച്ച് ലെങ്ത് പോകും, കാരണം അത്രയ്ക്കും ഈ വീട്ടിൽ നിന്ന് നമുക്ക് ഒപ്പിയെടുക്കാനായിട്ടുള്ള കുറേ നല്ല നല്ല കാഴ്ചകൾ ഈ വീട്ടിലേക്ക് ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് വാട്ടർ സോഴ്സ് എന്ന് പറഞ്ഞാൽ കിണറും ഉണ്ട്, അതുപോലെ തന്നെ കോർപ്പറേഷൻ വാട്ടറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൊടുക്കുന്ന കാശിനുള്ള ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന തരത്തിലേക്ക് ഒരു വീട് കൂടിയാണ് ഈ വീട്. നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു വീട് നോക്കുന്നവർക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. ഈ വീഡിയോ കാണുന്നവർ, ഞാൻ ആദ്യമേ തന്നെ പറയാം, നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നതുകൊണ്ട് യാതൊരുവിധ കുറ്റബോധവും തോന്നില്ല എന്ന് ഞാൻ 100% പറയാം. പുതിയൊരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കാണാം, വീട് വാങ്ങുന്നവർക്കും കാണാം. അത്തരത്തിലേക്കുള്ള വീഡിയോ കൂടിയാണ് ഈ വീഡിയോ. അപ്പം ഞാൻ പറഞ്ഞ മെയിൻ ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്താണ്. അകത്തേക്ക് ലിവിംഗ് സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം നല്ല വൈഡ് ആയിട്ടുള്ള, അതായത് ഏകദേശം നമുക്കൊരു 5000 സ്ക്വയർ ഫീറ്റ് വീട്ടിലെ കാണുന്ന തരത്തിലേക്കുള്ള നല്ല വൈഡ് ആയിട്ടുള്ള ലിവിംഗ് സ്പേസ് ആണ് നമുക്കിത് കൊടുത്തിരിക്കുന്നത്. അതിമനോഹരമായ രീതിയിലേക്ക് ഇന്റീരിയൽ ഡിസൈനുകളുടെ ഒരു കലവറ തന്നെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഏത് രീതിയിൽ നോക്കിയാലും ഒരു പ്രീമിയം ടച്ച് തോന്നുന്ന രീതിയിലേക്ക്, ഞാൻ പല വീഡിയോകളിലും പറയാം, അനാവശ്യമായി നമുക്ക് കളർ ഡിസ്റ്റർബൻസ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരുപാട് പാറ്റേൺ ചെയ്ത് നമ്മളെ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യുന്ന തരത്തിൽ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു വർക്കൊന്നും എന്നെ ഇതിവിടെ ഒരുപാട് ചെയ്തിട്ടില്ല. നമ്മൾ ഏതൊരു കളറായാലും ഒരു പ്രീമിയം ടൈപ്പ് തോന്നുന്ന രീതിയിലേക്കും, അതിൻ്റെ ലൈറ്റിംഗ് ആയാലും തന്നെയാണ്, ഈ ലൂബറിൻ്റെ വർക്ക് ആയാലും തന്നെ, അതുപോലെ തന്നെ നമുക്ക് TV യൂണിറ്റുകളായാലും, ഈ സൈഡിലേക്ക് കൊടുത്തിരിക്കുന്ന ഒരു പെയിന്റിംഗ് വർക്ക് ആയാലും ഒക്കെ തന്നെ, അതല്ലെങ്കിൽ ഇതിൻ്റെ ഡിസൈനും ഒക്കെ ആയാലും തന്നെ നല്ല ഹൈറ്റ് ആയിട്ടാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത്, നല്ല നല്ല പ്രോപ്പർട്ടീസ് കാണുവാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. വരും ദിവസങ്ങളിൽ തന്നെ എല്ലാ ദിവസവും ഓരോ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. അപ്പോൾ വീടെന്ന സ്വപ്നം കാണുന്നവർക്ക്, ഒരു പ്രീമിയം അല്ലെങ്കിൽ ഒരു ചെറിയ ലക്ഷറി ഹൗസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഒരു കാരണവശാൽ നിങ്ങൾക്ക് നിരാശപ്പെടുത്തുന്ന വീടായിരിക്കില്ല എന്നത് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കാരണം സ്പേഷ്യസിന്റെ കാര്യത്തിൽ എപ്പോഴും നമുക്ക് വരാനുള്ള വഴിയുടെ ഒരു കൺജസ്റ്റ് ആയിട്ടുള്ള വഴിയിലായിരിക്കും ചില വീടുകൾ വർക്ക് ചെയ്തിരിക്കുന്നത്. ചോദിക്കുന്നത് 4 കോടി 5 കോടിയൊക്കെ ആയിരിക്കും. അത്തരത്തിൽ ഇതൊരു പ്രീമിയം, സാധാരണ ഒരു പ്രീമിയം ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നവർ, എക്സ്പെക്ട് ചെയ്യുന്നവർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള വീടാണ് ഈ വീട്. നമുക്ക് വരുന്ന വഴിയായാലും, വണ്ടി പാർക്കിങ്ങിന്റെ കാര്യത്തിലായാലും, റെസിഡൻഷ്യൽ ഏരിയയുടെ കാര്യത്തിലായാലും, അകത്തെ സ്പേഷ്യസ്, എനിക്കൊരു മാസ്റ്റർ ബെഡ്റൂം ഏതാണെന്ന് കാറ്റഗറിയിൽ പെടുത്താമെന്ന് എനിക്കറിയില്ല. കാരണം എല്ലാ ബെഡ്റൂംസ് തന്നെ മാസ്റ്റർ ബെഡ്റൂമായിട്ട് ചെയ്യാൻ പറ്റുന്ന അത്ര വൈഡ് ആയിട്ടുള്ളൂ. ഞാൻ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ അതിന് കൂടുതൽ വിശേഷങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താം. ഇതൊരു ഡൈനിങ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളൂ. നമുക്ക് സ്റ്റെയർ കേസിന്റെ അടിയിലാണ് നമുക്ക് ഈ സൈഡിലേക്ക് ഒരു നല്ല പ്രീമിയം ആയിട്ടുള്ള രീതിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് നല്ലൊരു പെയിന്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് നമുക്കൊരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. പ്രൈവസിയാണ് ഈ വീടിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമുക്ക് അവിടെ ലിവിംഗ് സ്പേസിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നല്ല വൈഡ് ആയിട്ടുള്ള നല്ല സ്പേഷ്യസ് ആയ രീതിയിലേക്കാണ് ഇതിന്റെ ഒരു ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എത്ര വലിയ ഡൈനിങ് ടേബിൾ ഇട്ടാൽ പോലും ഒരു ഡിസ്റ്റർബൻസ് തോന്നാത്ത രീതിയിലേക്കുള്ള നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ. അവിടെ തന്നെ നമുക്ക് വാഷ് ബേസിനും ആ സൈഡിലൊക്കെ നല്ലൊരു പ്രീമിയം ടച്ച് തോന്നുന്നത്, ക്ലാസ് ആയിട്ടുള്ള രീതിയിലേക്ക് തന്നെ ഇതിൻ്റെ ഡിസൈൻ വർക്കൊക്കെ ബോർഡിലും ലൂവറിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ജാഗൂറാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് ഡോർ എല്ലാം തന്നെ ഇതിൽ തേക്ക് നിലയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു കിച്ചണിലേക്ക് പോകുമ്പോൾ നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം. കിച്ചണിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, സാധാരണ ഒരു വീട്ടിൽ കാണുന്നതിനാൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യം ബെഡ്റൂമിലേക്ക് പോകാം. താഴത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിൽ കയറുമ്പോൾ ഞാൻ മാസ്റ്റർ ബെഡ്റൂം വന്ന്, ഇതിലെ 4 ബെഡ്റൂമും മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ്. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു, നമുക്ക് ഏകദേശം ഓടിക്കളിക്കാനുള്ള സ്ഥല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു വീടാണെന്നാണ്. ഇതിന്റെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന, സ്പേഷ്യസിന്റെ കാര്യത്തിൽ ഏറ്റവും നല്ല കൺജസ്റ്റ് ആയിട്ടുള്ള സ്ഥലം ആഗ്രഹിക്കാതെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലം ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ട് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള വീട് കൂടിയാണ്. ഇതിന്റെ ഇന്റീരിയൽ വർക്ക് ആയാലും കംപ്ലീറ്റ് ഇന്റീരിയൽ വർക്കുകളും തീർത്താണ് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇനി നമുക്കൊരു ഫർണിച്ചറിനോ അല്ലെങ്കിൽ നമുക്ക് ബെഡ് അല്ലെങ്കിൽ അതുപോലത്തെ സാധനങ്ങൾക്ക് മാത്രം ഒരു എക്സ്പെൻസ് കണ്ടെത്തിയാൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ ഓൾറെഡി റെഡിയാണ്. നിങ്ങൾ ആദ്യം തന്നെ ബുക്ക് ചെയ്ത് ഒരു വീട് വാങ്ങിക്കാനായിട്ട് നിങ്ങൾക്ക് താമസമാകുന്നതിന് കൂടുതൽ എക്സ്പെൻസിന്റെ ആവശ്യം വരുന്നില്ല.
ഈ സൈഡിലേക്ക് തന്നെ കംപ്ലീറ്റ് ആയിട്ടും അലമാരകളെല്ലാം ചെയ്ത് സ്റ്റോറേജ് സ്പേസുകളുടെ ഒരു കലവറ തന്നെ കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസുകളാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇനി അഡീഷണൽ വർക്കോ അഡീഷണൽ കോസ്റ്റോ ഒന്നും ഇതിലേക്ക് വരുന്നില്ല. ഇന്റീരിയർ നമുക്ക് വൈറ്റും അതുപോലെ തന്നെ ഒരു വാം ലൈറ്റും ആണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ എന്തുകൊണ്ടും വളരെ ക്ലാസ് ആയിട്ട് അല്ലെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ഫിനിഷിംഗ് പണി എന്ന് പറഞ്ഞാൽ നല്ല ഫിനിഷിംഗ് പണി. നമുക്ക് എവിടെ നോക്കിയാലും ഇപ്പോൾ ടൈൽ ആയാലും അല്ലെങ്കിൽ വോളിലെ പെയിന്റ്സ് ആയാലും അല്ലെങ്കിൽ കബോർഡ്സ് ആയാലും അതിന്റെ ബാത്റൂമൊക്കെ ആയാലും സ്പേസിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇതിന്റെ ഇന്റീരിയർ വർക്കിന്റെ കാര്യത്തിലോ യാതൊരു കോംപ്രമൈസും കൊടുത്തിട്ടില്ല. നല്ല ക്ലാസ് ആയിട്ട് തന്നെയാണ് ഇതിന്റെ എല്ലാ വർക്കുകളും ഈ ബിൽഡേഴ്സ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമും കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂം സൈസ് എങ്ങനെയാണോ അതിന് യോജിച്ച തരത്തിലേക്കാണ് ഇതിന്റെ ഒരു വൈഡ് ആയിട്ടുള്ള ബാത്റൂം സൈസുകളാണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് നല്ല ക്ലാസ് ആയ രീതിയിലേക്കാണ് ഇതിന്റെ ടെയിൽ പാറ്റേൺ ആയാലും അതുപോലെ ഗ്രിപ്പിംഗ് ടെയിലാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഫിറ്റിംഗ്സുകളെല്ലാം തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാം പ്രീമിയം സാധനങ്ങൾ തന്നെയാണ് ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. താഴത്തെ ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോഴും അതും ശരിക്കും എല്ലാ മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ്. അതും നമുക്ക് ഓടിക്കളിക്കാനുള്ള സ്ഥല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു വൈഡ് ആയിട്ടുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. ഇന്റീരിയർ വർക്ക് ആയാലും നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിൽ കൊടുത്ത അതേ പാറ്റേൺ തന്നെയാണ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഫാമിലി ആയിട്ട് വീട് വാങ്ങിക്കുമ്പോൾ രണ്ട് മക്കളുണ്ടെങ്കിൽ രണ്ട് മക്കൾ അടികൂടില്ലാട്ടോ. രണ്ടും ഓൾമോസ്റ്റ് വലിപ്പത്തിന്റെ കാര്യത്തിലും ഇന്റീരിയർ വർക്കിന്റെ കാര്യത്തിലും ബാത്റൂമിന്റെ സൈസിലും ഒക്കെ എല്ലാം ഒരേ സൈസ് ആയതുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് അവർക്ക് ഇഷ്ടമായ രീതിയിൽ തന്നെ കൊടുക്കാൻ പറ്റുന്ന രണ്ടുപേർക്കും രണ്ട് മക്കൾക്കും ഏത് വേണോ എടുത്തു എന്നുള്ള ഒരു ഡിസിഷൻ മാതാപിതാക്കൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. ഇതിലും നമുക്ക് സ്റ്റോറേജ് സ്പേസുകളുടെ കാര്യത്തിലൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. അത്യാവശ്യം എല്ലാ സ്റ്റോറേജ് അലമാരകളായാലും തന്നെ സ്റ്റോറേജ് സ്പേസുകളും അതുപോലെ തന്നെ ഇതിനകത്ത് ലോക്കർ സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് റൂമായിട്ട് നമുക്ക് വേണമെങ്കിൽ കൺവെർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള എല്ലാ ഫെസിലിറ്റിയും ചെയ്തിട്ടുണ്ട്. അതും അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബാത്റൂമിന്റെ സൈസ് ഞാൻ അവിടുത്തെ അടുത്ത ഫസ്റ്റ് ബെഡ്റൂമിന്റെ അല്ലെങ്കിൽ ബാത്റൂം പറയുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. അത് നല്ല പ്രീമിയം ആയിട്ട് നമുക്ക് ഗ്ലാസ് പാർട്ടീഷനൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് തന്നെ അതിന് അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ളത്. മുകളിലത്തെ ഫ്ലോറിൽ നമുക്ക് ഗ്ലാസ് പാർട്ടീഷൻ എല്ലാം ചെയ്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിലേക്ക് കയറുമ്പോൾ നമുക്കൊരു മായ കാഴ്ചകൾ അല്ലെങ്കിൽ സ്റ്റോറേജ് ഈ അടുത്ത കാലത്തൊന്നും നമുക്ക് ഇത്തരത്തിലുള്ള വീടുമാണ് ഇത്തരത്തിലുള്ള സ്റ്റോറേജ് സ്പേസുകളുള്ള വീടൊന്നും നമുക്ക് ഒരു ബിൽഡേഴ്സിന്റെ ഒന്നും കിട്ടിയിട്ടില്ല. ഓരോരുത്തരും അവരുടേതായ ഐഡിയാസിലാണ് വയ്ക്കുന്നത്. അതെല്ലാം തന്നെ ഓൾമോസ്റ്റ് നമ്മളല്ലെങ്കിൽ മറ്റൊരാളുടെ രീതിയിൽ സെയിൽ ചെയ്ത് പോകുന്നുണ്ട്. അതൊക്കെ നമുക്ക് വളരെയേറെ സന്തോഷം. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് നമ്മളിൽ കൂടി അല്ലെങ്കിൽ മറ്റൊരാളിൽ കൂടി എത്രയും പ്രോപ്പർട്ടികൾ സെയിലായി പോവുക എങ്കിലേ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ വീണ്ടും വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. ഇൻവെസ്റ്റിംഗ് ചെയ്യുന്ന ബിൽഡേഴ്സ് തന്നെയാണ് നമ്മുടെ നെടും തൂണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അവരിൽ ഡിപ്പെൻഡ് ആയി അല്ലെങ്കിൽ അവർ നല്ല നല്ല പ്രോജക്റ്റുകൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിൽ നിന്നൊരു സെയിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ എനിക്കായാലോ നമ്മുടെ കമ്പനികൾക്കായാലോ നമുക്ക് നമ്മുടെ ജീവിതമാർഗം എന്ന് പറയുന്നത് ഈ കാണുന്ന ഇൻവെസ്റ്റ് ചെയ്യുന്നവർ തന്നെയാണ്. അത് ഒരിക്കലും നമുക്ക് എന്ത് പറയാൻ അവരെ തള്ളിക്കളയാനോ എന്ന് പറയുന്നത് അവർ തന്നെയാണ് നമ്മുടെ ഒരു ജീവവായു എന്ന് പറയുന്നത് കേട്ടോ. ഈ സ്റ്റോറേജ് സ്പേസുകളുടെ കലവറ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, സ്റ്റോറേജ് സ്പേസ് ഒരുപാട് വ്യത്യസ്തമായ രീതിയിലേക്കുള്ള ഒരു ഇന്റീരിയർ ഡിസൈൻ എന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലേക്കായാലും ഒരുപാട് വ്യത്യസ്തമായ സ്റ്റോറേജ് സ്പേസുകൾ. അത് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള നമ്മൾ ഏകദേശം 4 കോടി 5 കോടി വീടൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത്തരത്തിൽ പോലും കാണാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഇന്റീരിയർ ഡിസൈൻ അല്ലെങ്കിൽ ഒരു പാർട്ടീഷനോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ. ഒരുപാട് ടെക്നോളജീസ് ഇതിനകത്ത് ഉപയോഗിക്കാൻ ഈ ബിൽഡേഴ്സ് ശ്രമിച്ചു, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള കൊടുക്കുന്ന പൈസയ്ക്ക് വെറുത്തായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണെന്ന് ഇതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഒരു കസ്റ്റമർ പോലും ഒരു കാരണവശാലും നമ്മളിടുന്ന കൊച്ചൂൽ പ്രോപ്പർട്ടീസ് എന്ന വീഡിയോ കണ്ടിട്ട് അവർക്ക് വന്നിട്ട് ആ ടൈമോ അല്ലെങ്കിൽ അതുപോലെ തന്നെ അവരുടെ ആ വരുന്ന കോസ്റ്റോ നഷ്ടപ്പെടില്ല എന്ന് നമ്മൾ 100% അത്തരത്തിൽ മാത്രമാണ് നമ്മൾ പ്രോപ്പർട്ടിയുടെ സെലക്ഷൻ എന്ന് പറയുന്നത്. സ്റ്റോറേജ് സ്പേസുകളുടെ ആവശ്യം പോലെ സ്റ്റോറേജ് സ്പേസുകളാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് കിച്ചണും അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയയിലായാലും സ്റ്റോറേജ് സ്പേസുകൾ ആവശ്യത്തിൽ കൂടുതൽ സ്റ്റോറേജ് സ്പേസിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ സൈഡിലേക്കും നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. സാധാരണ നമുക്ക് വർക്ക് ഏരിയയിലൊക്കെ നോർമൽ ലെവലിലേക്ക് കോസ്റ്റ് എഫക്റ്റ് കുറയ്ക്കാവുന്ന രീതിയിലേക്കാണ് ബിൽഡേഴ്സ് ചെയ്യുന്നത്. നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. അത് അത്തരത്തിലുള്ള കോസ്റ്റേ ആ വീടിന് വരുന്നുള്ളൂ എന്നത് വേറൊരു വാസ്തവം. എന്നാലും അത് ഈ ചിമ്മിനി ആയാലും അതുപോലെ തന്നെ കിച്ചണിൽ നിന്നും വർക്ക് ഏരിയയും ഏകദേശം ഓൾമോസ്റ്റ് ഓപ്പൺ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയിലോട്ട് ഓപ്പൺ ടൈപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിച്ചു. അതിൽ എന്തായാലും നല്ലൊരു എന്താ പറയുക നമ്മുടെ ഒരു സന്തോഷം അവരിൽ ബിൽഡേഴ്സിനോട് നമ്മൾ പങ്കുവയ്ക്കുന്നു. നമുക്ക്
വർക്ക് ഏരിയയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം പച്ചക്കറി നടാനുള്ള ധാരാളം സ്പേസ് വിട്ടിട്ടുണ്ട്. ഈ സൈഡിലേക്ക് തുണി നനയ്ക്കാനുള്ള കല്ലിട്ടിട്ടുണ്ട്. ഗ്യാസ് സിലിണ്ടർ വെക്കാനായിട്ടുള്ള 2 ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ള അതെല്ലാം ഓൾറെഡി ഇവരെല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്പേഷ്യസിൻ്റെ കാര്യത്തിൽ ഫ്രണ്ടിലോ ബാക്കിലോ ആ ഒരു നമുക്കൊരു ഫീലിങ്സ്, ഒരു കൺജസ്റ്റ് ആയിട്ടുള്ള ഫീലിങ്സ് തോന്നാത്ത രീതിയിലേക്കാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷനും അല്ലെങ്കിൽ ഏരിയയും വന്നിരിക്കുന്നത്. അപ്പോൾ താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂം, മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂം, ടോട്ടൽ 4 ബെഡ്റൂമുകളാണ് ഇതിലേക്ക് വരുന്നത്. നമുക്ക് മുകളിലേക്ക് കയറുമ്പോൾ സ്റ്റെയർകേഴ്സ് കംപ്ലീറ്റ് നമുക്കൊരു ബ്ലാക്കും അതുപോലെ തന്നെ ഒരു ഐവറി കളറുമാണ് നമുക്ക് ടെയിൽ പാറ്റേൺ വരുന്നത്. ഈ സൈഡ് ഹാൻഡിലിൽ കംപ്ലീറ്റും ഗ്ലാസും വുഡും ആണ് കൊടുത്തിരിക്കുന്നത്. വുഡ് കംപ്ലീറ്റും തേക്കും തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മുകളിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഏകദേശം ഒരു വൈഡ് ആയിട്ടുള്ള ഈ ഇടക്കാലത്തൊന്നും കാണാൻ പറ്റാത്ത, നമുക്ക് അല്ലെങ്കിൽ അത്രയും ഒരു 4-5 കോടി രൂപ വീട്ടിൽ കാണുന്ന അതേ എഫക്റ്റോട് കൂടിയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ്, ഹോളാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഹോൾ ഏരിയ. ആ സൈഡിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു ബാർ കൗണ്ടർ പോലെ അല്ലെങ്കിൽ നമുക്കൊരു ഷെൽഫ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഏത് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് ബുക്സ് ഒക്കെ വെക്കാനും യൂസ് ചെയ്യാം, ബാർ കൗണ്ടറായിട്ട് യൂസ് ചെയ്യാം. അത് ഓരോരുത്തരുടെ കൺസെപ്റ്റ് അനുസരിച്ച് ഏത് രീതിയിലും ചെയ്യാൻ പറ്റുന്ന നല്ല പ്രീമിയം ആയിട്ടുള്ള രീതിയിലേക്കുള്ള ഒരു കൗണ്ടർ പോലെ ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് പുറത്തേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഗസ്റ്റൊക്കെ വന്നാലും ഡൈനിങ് ചെയ്യുന്നായാലും ലിവിങ് സ്പേസിലൊക്കെ ആയാലും മുകളിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആര് വന്നാലും നമുക്ക് കാണാൻ പറ്റുന്നൊക്കെ രീതിയിലേക്കുള്ള വ്യത്യസ്തമായ ഒരു കൺസ്ട്രക്ഷൻ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. വീണ്ടും ഞാൻ ഓർമ്മിക്കുന്നു, വീഡിയോ അല്പം ലെങ്ത് ആയാലും അത് നിങ്ങൾക്ക് ഒരിക്കലും കാണുന്ന ടൈം വേസ്റ്റ് ആകത്തില്ല. ഇന്റീരിയർ വർക്കുകളായാലും ക്ലാസ് ആയ രീതിയിലേക്കാണ് ഇന്റീരിയർ വർക്കുകൾ കൊടുത്തിട്ടുള്ളത്. അത് വ്യത്യസ്തമായ രീതിയിലേക്ക് ഒരു വോം ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലൈറ്റും ഡിസൈനും ഒക്കെ നമ്മൾ അധികം ഒരിടത്തും കണ്ടിട്ടില്ലാത്ത ഡിസൈൻ പാറ്റേൺ ആണ് ഈ സൈഡിലേക്കും ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ സൈഡിലേക്കായാലും ഒരു ആർട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്ത് മനോഹരമായ രീതിയിലേക്ക് നല്ല വലിപ്പമുള്ള രീതിയിലേക്കാണ് ഇതിൻ്റെ ഒരു വർക്ക് വന്നിരിക്കുന്നത്. ഈ സൈഡിലേക്ക് നമുക്ക് മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമുകൾ മാത്രമേ ഉള്ളൂ. ബെഡ്റൂം സൈസുകളായാലും നമ്മൾ താഴെ പറഞ്ഞതുപോലെ മാസ്റ്റർ ബെഡ്റൂമുകളെ പോലും വെല്ലുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ ബെഡ്റൂം സൈസുകളുടെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ താഴെ പറഞ്ഞ പോലെ ഓടിക്കളിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള നല്ല വൈഡ് ആയിട്ടുള്ള ബെഡ്റൂം സൈസാണ് മുകളിലത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിൽ വന്നിരിക്കുന്നത്. എനിക്ക് ഏറ്റവും സ്വാധീനിച്ചത് സാധാരണ 3000-4000 സ്ക്വയർ ഫീറ്റിൽ കാണുന്ന ഒരു കൺജസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രവണത ഇവിടെ കൊടുത്തിട്ടില്ല. ഇത് മറ്റുള്ള ആളുകളും കണ്ടുപഠിക്കണം. ഏറ്റവും കൂടുതലും കസ്റ്റമർ വന്ന് നമുക്ക് സെയിൽ ക്ലോസ് ആകാതെ പോകുന്നത് വൈഡ് ആയിട്ടുള്ള ബെഡ്റൂം സൈസ് ഇല്ലാതെ ബാത്റൂം ചെറുതായി പോയി എന്നുള്ള ആ ഒരു പരാതി അക്ഷരാതെ പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. നല്ല വൈഡ് ആയിട്ടുള്ള മുകളിലത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം നല്ല വൈഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസുകളായാലും നല്ല വ്യത്യസ്തമായ രീതിയിലേക്കുള്ള കളർ പാറ്റേണോട് കൂടിയിട്ടുള്ളൂ. അതുപോലെ സ്റ്റോറേജ് സ്പേസുകളുടെ ഒരു കലവറ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലും ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു ഇന്റീരിയർ വർക്കൊക്കെ തന്നെ നല്ല പ്രീമിയം തോന്നുന്ന രീതിയിൽ നമുക്ക് ഹോളിലൊക്കെ ചെയ്യുന്ന വർക്കാണ് ഏകദേശം ഉള്ളത് ബെഡ്റൂമിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. അതൊക്കെ എന്തുകൊണ്ടും മനോഹരമായ രീതിയിലേക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാത്റൂമിലേക്ക് കയറുമ്പോഴും ബാത്റൂം സൈസ് ആയാലും നല്ല സ്പേസ് ആയിട്ടുള്ള ബാത്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. അത് എന്ത് മനോഹരമായ രീതിയിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. കളർ പാറ്റേൺ ആയാലും തന്നെ ഗ്രിപ്പിൻ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ വളരെ മനോഹരമായ രീതിയിലേക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്. മുകളിലത്തെ ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോഴും അതും ഓടി തന്നെ കളിക്കാം. അതാണ് അതിൻ്റെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള അത്രയ്ക്കും വൈഡ് ആയിട്ടുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസുള്ള കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. നല്ല വിശാലമായിട്ടുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിലേക്ക് സ്റ്റോറേജ് സ്പേസ് ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇന്റീരിയർ ആയാലും ഞാൻ നേരത്തെ ബെഡ്റൂമിൽ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഹോളിൽ അല്ലെങ്കിൽ ഒരു നമ്മൾ ശരിക്കും കയറി വരുന്ന സൈഡിലൊക്കെ കൊടുക്കുന്ന അതേ പാറ്റേൺ, കാരണം അത്രയ്ക്കും പ്രീമിയം ആയിട്ട് തന്നെയാണ് നമ്മൾ ബെഡ്റൂം സൈസിൽ തന്നെ ബെഡ്റൂമിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ഇന്റീരിയർ ഡിസൈൻ എന്ന് പറയുന്നത്. എന്തായാലും നല്ല ക്ലാസ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ശരിക്കും ഒരു ഇതിന്റെ ബാത്റൂം മറ്റുള്ളതിനേക്കാൾ കുറച്ചും കൂടി വലുതാണ്. അതുകൊണ്ട് തന്നെ ഗ്ലാസ് പാർട്ടീഷനൊക്കെ ചെയ്ത് വെറ്റൻറ്റും ഡ്രൈലൻറ്റും ആയിട്ടൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ശരിക്കും വേണമെങ്കിൽ സൈസിന്റെ കാര്യത്തിലല്ല, അല്ലാതെ തന്നെ നമുക്ക് സൈസിന്റെ കാര്യത്തിൽ ഓൾമോസ്റ്റ് എല്ലാം സെയിം ആണെങ്കിലും ഇതൊരു മാസ്റ്റർ ബെഡ്റൂം എന്ന രീതിയിലേക്ക് ഒരു പ്രീമിയം ഈ ബാത്റൂമിൽ വർക്കൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന് ആ രീതിയിലേക്ക് നമുക്ക് പെടുത്താൻ പറ്റുന്ന രീതിയിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ടൈൽ പാറ്റേൺ ആയാലും നല്ല വ്യത്യസ്തമായ രീതിയിലേക്കുള്ള ടൈൽ പാറ്റേൺ, അതുപോലെ തന്നെ നല്ല മാറ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ എന്തുകൊണ്ടും പ്രീമിയം അല്ലെങ്കിൽ നല്ലൊരു ക്ലാസ് ആയിട്ടുള്ള ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലേക്കാണ് ഇതിന്റെ എല്ലാ ഡിസൈനും കൊടുത്തിരിക്കുന്നത്. ഈ വീടിന്റെ ബാൽക്കണി ഏരിയയിലും സൈസിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. നല്ല വിശാലമായിട്ടുള്ള 2 സൈഡിലേക്ക് പടർന്നു കിടക്കുന്ന രീതിയിൽ ഈ സൈഡിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ചെറിയൊരു ബാൽക്കണി ഏരിയ, ഈ സൈഡിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂമിനെക്കാളും വലുതായിട്ടുള്ള രീതിയിലേക്കുള്ള നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. റെസിഡൻഷ്യൽ ഏരിയ അല്ലെങ്കിൽ പ്രീമിയം എന്ന് ഞാൻ പറയുന്നത് കണ്ടില്ലേ, നല്ല ഒന്നാം റെസിഡൻഷ്യൽ ഏരിയ.
അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജുകളിൽ ഒന്ന് എന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു പ്രോപ്പർട്ടി. നമുക്ക് മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് നമുക്ക് സ്റ്റെയർ കേഴ്സിലേക്ക് പോകാനായിട്ട് ഇവിടെ ഒരു വാതിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഏകദേശം മുകളിലേക്ക് കയറുമ്പോൾ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലത്തെ റെസിഡൻഷ്യൽ ഏരിയ അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു സൈറ്റിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു വിഷ്വൽ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഏരിയയുടെ ഒരു പ്രീമിയം ക്വാളിറ്റി അല്ലെങ്കിൽ ഏതൊരു ഏരിയ ആണെന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തമായൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ മുകളിലത്തെ ഫ്ലോറിൽ നമുക്കൊരു യൂട്ടിലിറ്റി സ്പേസ് അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് ഏരിയ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഫുള്ളായിട്ടും ഷീറ്റ് ഇട്ട് കവേർഡ് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ട്. അവിടെയും നല്ല രീതിയിലുള്ള ടൈൽ ഇട്ടിട്ടുണ്ട്. ടൈല് അതുപോലെ തന്നെ നമുക്ക് എല്ലാ രീതിയിലുള്ള വർക്കുകളും കംപ്ലീറ്റ് ആയതുകൊണ്ട് അതിന് ഇനി എക്സ്ട്രാ കോസ്റ്റ് ആയിട്ട് നമുക്ക് യാതൊരുവിധ പൈസയും വരുന്നില്ല. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള എല്ലാ പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ നമുക്ക് തുണിയൊക്കെ അലക്കിയിടാനോ അല്ലെങ്കിൽ ഏത് രീതിയിലും ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ വന്നാൽ പോലും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന നല്ല വൈഡ് ആയിട്ടുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി സ്പേസ് അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റോറേജ് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. വീഡിയോ കാണുന്നവരെല്ലാം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞു ഏകദേശം പേയാട്, അതുപോലെ തിരുമല, കുണ്ടമൺകടവ്, PTP, വലിയവിള, പൂജപ്പുര ആ ഭാഗത്തെ നല്ലൊരു വീട്, നല്ല റെസിഡൻഷ്യൽ നല്ലൊരു വീട് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും നല്ല വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഞാൻ പറഞ്ഞത് 8.25 സെന്റ് സ്ഥലമാണ് ഇതിലേക്ക് വരുന്നത്. 3000 സ്ക്വയർ ഫീറ്റ്. ഇതിന്റെ ബാക്കി ഫെസിലിറ്റീസിനെ കുറിച്ചൊക്കെ വ്യക്തമായി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 1,69,00,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. വീണ്ടും റിയൽ എസ്റ്റേറ്റ് ബേസ്ഡിലുള്ള വീഡിയോ കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ ഒന്ന് വീണ്ടും പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക.